നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ചെങ്ങന്നൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ ചെങ്ങന്നൂർ നഗരസഭ, ചെങ്ങന്നൂർ താലൂക്കിലെ ആല, ബുധനൂർ, ചെറിയനാട്, മാന്നാർ, മുളക്കുഴ, പാണ്ടനാട്, പുലിയൂർ, തിരുവൻവണ്ടൂർ, വെൺമണി എന്നീ ഗ്രാമപഞ്ചായത്തുകളും മാവേലിക്കര താലൂക്കിലെ ചെന്നിത്തല, തൃപ്പെരുന്തുറ പഞ്ചായത്തുകളും ചേർന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്തിന്റെ സർവ്വതോന്മുഖമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിവിധ വകുപ്പുകൾ വഴി, പ്രത്യേകിച്ച് കിഫ്ബി പോലുള്ള ഏജൻസികളുടെ സാമ്പത്തിക സഹായത്തോടെ നിരവധി പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ പരിശോധിക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ് വഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ കേരളത്തിൻ്റെ മുഖം മാറുന്നു എന്നത് അതിശയോക്തിപരമല്ല, യാഥാർത്ഥ്യമാണ്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവികസിതമായ ചെങ്ങന്നൂരിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നൂതനങ്ങളായ നിരവധി പദ്ധതികളാണ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്തും കിഫ് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടിന്റെ വികസനത്തിന്റെ ആദ്യപടി മികച്ച ഗതാഗത സൗകര്യങ്ങളാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പ്രധാനമായും 2 റോഡ് വികസന പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. അവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒന്ന്, കൊല്ലക്കടവ് കുളനട റോഡിന് BM&BC ഉപയോഗിച്ച് നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ്. ഏകദേശം 19,33 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയൊരളവിൽ പരിഹാരമാകും. രണ്ടാമതായി, കുറത്തിയമ്പലം മാന്നാർ വിയ്യപുരം റോഡിന്റെ നവീകരണമാണ്. ഏകദേശം 16,41 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്കും അംഗീകാരം ലഭിക്കുകയും ഏതാണ്ട് 14,33 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന ഇത്തരം റോഡുകൾ നാടിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. ഇവയ്ക്ക് പുറമെ ചെങ്ങന്നൂരിൻ്റെ ദീർഘകാല സ്വപ്നമായ ചെങ്ങന്നൂർ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 65 കോടി രൂപയാണ് ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 63 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ചെങ്ങന്നൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകും. ഈ പദ്ധതികളെല്ലാം കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പുരോഗമിക്കുന്നത്. സഞ്ചാര മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിന്ന ചെങ്ങന്നൂരിൻ്റെ റോഡ് ഗതാഗത രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കിയ പദ്ധതികളാണ് കൊല്ലകടവ് കുളനട റോഡ് 17 കോടി രൂപയ്ക്കും മാന്നാർ വിയ്യപുരം റോഡ് 14 കോടി രൂപയ്ക്കും നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ബൈപ്പാസ് 200 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കുകയും 67 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. മികച്ച റോഡുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് യാത്രയ്ക്ക് മാത്രമല്ല, വാണിജ്യത്തിനും വ്യാപാരത്തിനും പുത്തൻ ഉണർവ് നൽകും. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധമായ കുടിവെള്ളം. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 2 ബൃഹത് പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഏറ്റവും പ്രധാനം ചെങ്ങന്നൂർ നഗരസഭയും ആല, പുലിയൂർ, ബുധനൂർ, പാണ്ടനാട് പഞ്ചായത്തുകളും ഉൾപ്പെടെ മുളക്കുഴ, വെൺമണി പഞ്ചായത്തുകളെ കൂടി ചേർത്ത് നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയാണ്. ഏകദേശം 199 കോടി 13 ലക്ഷം രൂപയുടെ അതിബൃഹത്തായ പദ്ധതിയാണിത്. ഇതിനോടകം 54 കോടി 93 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു.
ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നടന്നു വരുന്ന കുടിവെള്ള പദ്ധതി, ആ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത് കിബുവേലിയാണ്. ഇതിനോടകം 200 കോടിയോളം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 36 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വാട്ടർ ടാങ്കിൻ്റെയും പൈപ്പ് ഇടിയലിൻ്റെയും നടപടികൾ വളരെ വേഗം മണ്ഡലത്തിൽ നടന്നു വരികയാണ്. ഇനിയും ഏതാണ്ട് 150 കോടിയോളം രൂപ കിബി വഴി ഈ പദ്ധതിക്ക് ഇനിയും മുടക്കി ചെങ്ങന്നൂർ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ്. ഇതോടൊപ്പം കല്ലിശ്ശേരിയിലെ ജലശുദ്ധീകരണശാലയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും തിരുവല്ലയിലെ ജലശുദ്ധീകരണശാല നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിയും പുരോഗമിക്കുന്നു. തിരുവല്ല, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റികൾക്കും സമീപ പഞ്ചായത്തുകൾക്കും ഗുണകരമാകുന്ന ഈ പദ്ധതിക്ക് 58 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 34 കോടിയിലധികം രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കുടിവെള്ള വിതരണത്തിൽ ചെങ്ങന്നൂരിനും സമീപ പ്രദേശങ്ങൾക്കും സ്വയം പര്യാപ്തത നേടാനാകും. ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പുകളാണ് ചെങ്ങന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയുടെ വികസനമാണ് ഇതിൽ പ്രധാനം. വാപ്കോസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതിക്ക് 70 കോടി രൂപയിലധികം അനുവദിച്ചു. ഇതിൽ 34 കോടി 60 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ആശുപത്രി എന്നത് ചെങ്ങന്നൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വലിയ ആവശ്യമായിരുന്നു. ചെങ്ങന്നൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന തരത്തിലാണ് 100 കോടി രൂപ ചെലവിൽ ഇന്ന് അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയുള്ള ആശുപത്രി കെട്ടിടം 80% പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഏതാണ്ട് 72 കോടി രൂപയോളം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. 4 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെങ്ങന്നൂരിലെ ജനസമൂഹം. ഇതോടൊപ്പം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന ജില്ലാ ആശുപത്രിയിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനുള്ള ഒരു പദ്ധതി നിലവിൽ പരിഗണനയിലാണ്. കൂടാതെ ഇതേ ഏജൻസി വഴി ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് 50 കോടി 96 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൽ 36 കോടി 32 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വൃക്കരോഗികൾക്ക് വലിയ ആശ്വാസമാകും. സർക്കാർ ആശുപത്രികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കേണ്ടത് അനിവാര്യമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെങ്ങന്നൂർ മണ്ഡലത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ ഏജൻസികൾ വഴി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇവയെല്ലാം പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റാനും കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും സഹായിക്കും. ചെങ്ങന്നൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് കിബ് വഴി നടത്തിയത്. മുളക്കുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 6 കോടി രൂപ ചെലവിലാണ് അത്യാധുനികമായ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കും എന്നതിൽ സംശയമില്ല. വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ നൈപുണ്യ വികസനത്തിനും സർക്കാർ പ്രാധാന്യം നൽകുന്നു. ചെങ്ങന്നൂർ ഗവൺമെൻറ് ITIയുടെ നവീകരണത്തിനായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് വഴി 23 കോടി 66 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്.
ഇതിൽ 20,48,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇത് യുവജനങ്ങൾക്ക് മികച്ച സാങ്കേതിക പരിശീലനം നേടാനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ൽ ആരംഭിച്ച ചെങ്ങന്നൂർ ഗവൺമെൻറ് IT ആദ്യമായി 20 കോടി രൂപ ചെലവിൽ 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടവും ഹോസ്റ്റലും പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. കൂടാതെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി വർക്ക് നിയർ ഹോം എന്ന ആശയത്തിലൂന്നിയുള്ള സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കും 27,50,00,000 രൂപയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. കായിക രംഗത്തും ചെങ്ങന്നൂരിന് അഭിമാനിക്കാൻ വകയുണ്ട്. ചെങ്ങന്നൂരിലെ ഉദയകുമാർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന്റെ ബാക്കി ജോലികൾ പൂർത്തിയാക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി 31,24,00,000 രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണത്തിനായി 41,47,00,000 രൂപയുടെ മറ്റൊരു പദ്ധതി നടക്കുന്നു. ഇതിൽ 10,41,00,000 രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. ഈ സ്റ്റേഡിയങ്ങൾ പൂർത്തിയാകുന്നതോടെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ലഭ്യമാകും. ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. നിർഭാഗ്യവശാൽ 65% നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇടപെടലിൻ്റെ ഭാഗമായി ആ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ വീണ്ടും അത് പുനർജീവിപ്പിച്ച് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ഏതാണ്ട് 67 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും 1 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവയ്ക്ക് പുറമെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ചെങ്ങന്നൂരിൽ ഒരു മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്റർ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പരിഗണനയിലാണ്. ദേവസ്വം വകുപ്പിന് കീഴിൽ ശബരിമലയുടെയും ഇടത്താവളങ്ങളുടെയും സുസ്ഥിര വികസനത്തിനായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് വഴി 126,94,00,000 രൂപയുടെ വലിയൊരു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുന്നു. അതുപോലെ ചെങ്ങന്നൂരിൽ ശബരിമല തീർത്ഥാടകർക്കായി ഒരു ഇടത്താവളം നിർമ്മിക്കുന്ന പദ്ധതിയും ശബരിമല മാസ്റ്റർ പ്ലാൻ ട്രസ്റ്റ് ഫണ്ട് ബോർഡിന്റെ പരിഗണനയിലാണ്. ശബരിമല ഇടത്താവളമാണ് ചെങ്ങന്നൂർ. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നു പോകുന്ന ചെങ്ങന്നൂരിൽ ആദ്യമായി അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരു ഇടത്താവളം ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചെങ്ങന്നൂർ കിഴക്കേ നടയിൽ 10 കോടി രൂപ ചെലവിൽ കിബി വഴി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശബരിമല ഇടത്താവള നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ നിലയിൽ സ്വപ്നം കണ്ട ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത എത്രയോ പദ്ധതികൾ കിബി വഴി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലുണ്ടാകുന്ന ഈ മുന്നേറ്റം കേരളത്തിൻ്റെ മുഖമാണ് മാറുന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന ശ്രദ്ധേയമായ വികസന ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ കിബി വഴി നടപ്പാക്കുന്നത്. ഈ സഹായത്തിനെല്ലാം ചെങ്ങന്നൂരിലെ ജനസമൂഹത്തിന് വേണ്ടിയുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. അവശേഷിക്കുന്ന പദ്ധതികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നടക്കുന്നത് അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ്. റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും വ്യക്തമായ കാഴ്ചപ്പാടോടുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിൻ്റെ ഭാവിക്കായി വിനിയോഗിക്കുന്നത്. ചില പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു, പലതും പുരോഗമിക്കുന്നു, മറ്റു ചിലത് പരിഗണനയിലുണ്ട്.
ഇവയെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ ചെങ്ങന്നൂർ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും എന്നതിൽ സംശയമില്ല. ചെങ്ങന്നൂർ നഗരസഭയും ചുറ്റുമുള്ള 10 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്ന ഈ മണ്ഡലത്തിലെ ഓരോ സാധാരണക്കാരനെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരങ്ങളിൽ ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ആറന്മുള നിയോജക മണ്ഡലത്തിലേക്കാണ്. കോഴഞ്ചേരി താലൂക്കിലെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മെടുവേലി, നാരങ്ങാനം, ഓമല്ലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിലെ ഇരവിപേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ വരെയുള്ള വിവിധ മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ പദ്ധതികൾ ആറന്മുളയുടെ മുഖച്ഛായ മാറ്റിയെഴുതാൻ പര്യാപ്തമാണ്. നമുക്ക് ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ വിശദമായി പരിശോധിക്കാം. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. ആറന്മുള മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ദൃശ്യമാകുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ നിരവധി പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനം പമ്പാ നദിക്ക് കുറുകെ TK റോഡിൽ പുതിയ കോഴഞ്ചേരി പാലം നിർമ്മിക്കുന്ന പദ്ധതിയാണ്. ഏകദേശം 28,59,00,000 രൂപയുടെ ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും ഇതിനോടകം 13,80,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമാവുന്നതോടെ കോഴഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമാകും. അതുപോലെ പത്തനംതിട്ട പട്ടണത്തിലെ പ്രധാന ജംഗ്ഷനായ ആമ്പാൻ ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. 59,79,00,000 രൂപയുടെ ഈ പദ്ധതിയിൽ 23,54,00,000 രൂപയുടെ പണികൾ പൂർത്തിയായി. നഗരത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ഈ മേൽപ്പാലം വലിയ പങ്ക് വഹിക്കും. ഇവ കൂടാതെ മണ്ഡലത്തിലെ പ്രധാന റോഡുകളുടെ നവീകരണവും ദ്രുതഗതിയിൽ നടക്കുന്നു. കോഴഞ്ചേരി ജംഗ്ഷന്റെ വികസനത്തിനായുള്ള ഒരു പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ റോഡ് ശൃംഖലയുടെ വികസനം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്യും. നമ്മുടെ PWD റോഡുകൾ, പൊതുമരാമത്ത് റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ ഒരുപക്ഷെ ആറന്മുള നിയോജക മണ്ഡലത്തിൻ്റെ കോഴഞ്ചേരി ആണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അതിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിൽ കൂടി പോകുന്ന റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 10 വർഷത്തേന് നമുക്കിനിയൊരു റീടാറിങ്ങിൻ്റെ ആവശ്യമില്ല. കാലവർഷക്കെടുതിയിൽ വല്ല അറ്റകുറ്റപ്പണി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജില്ലയ്ക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ അരികിലൂടെ കടന്നുപോയിരിക്കുന്നത്. ആ റോഡ് നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നാണ്. കേരളത്തിലെത്തുന്ന VIP-കൾ ഇന്ന് എറണാകുളത്തു നിന്നാണെങ്കിലും തൃശ്ശൂരിൽ നിന്നാണെങ്കിലും അവരെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ഈ മനോഹരമായ ഏതാണ്ട് 780 കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ മലയോര ഹൈവേയിലൂടെയാണ്, പുനലൂർ മൂവാറ്റുപുഴ റോഡിലൂടെയാണ്. ശബരിമല തീർത്ഥാടകർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു റോഡ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഈ ജില്ലാ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വലിയ കുതിച്ചുചാട്ടം, ഒരു വികസനത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. മികച്ച റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമാകുമ്പോൾ അത് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നാടിന്റെ സമഗ്ര പുരോഗതിക്ക് അടിത്തറയിടുക കൂടിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ്. ആറന്മുള മണ്ഡലത്തിലെ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടക്കുന്നത്. പ്രധാനമായും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ വികസനമാണ് എടുത്തു പറയേണ്ടത്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 31,44,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ഇതിൽ 11,92,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു.
ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ ആശുപത്രി ഉയരുകയാണ്. ഇതേ സമാനമായിട്ടാണ് കോഴഞ്ചേരിയിലെ നമ്മുടെ ജില്ലാ ആശുപത്രിയും അതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, തൊട്ടടുത്ത് കോന്നി മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇനി പത്തനംതിട്ടയിൽ നിന്ന് ആർക്കും കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വൻ വികസന മുന്നേറ്റമാണ് ഇവിടെ നടക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രി നവീകരിക്കുന്നത് ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. ഇതിനു പുറമെ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന 140 നിയമസഭാ മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി ആറന്മുള മണ്ഡലത്തിനും പ്രയോജനകരമാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് ആകെ 236 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ 108 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നടന്നു കഴിഞ്ഞു. പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇത് സഹായമാകും. സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്താൻ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ആറന്മുള മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ ഏജൻസികൾ വഴി പദ്ധതികൾ നടപ്പിലാക്കുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ സ്കൂളുകളെ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ 5 പദ്ധതിക്കായി കിലയ്ക്ക് 14 കോടി 34 ലക്ഷം രൂപ അനുവദിച്ചതിൽ 4 കോടി 47 ലക്ഷം രൂപയുടെ പണികൾ നടന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളുടെ 3ാം ഘട്ട വികസനത്തിനായി കയറ്റ് വഴി 10 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിനകം 11 കോടി 40 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് ക്ലാസ് മുറികളും ലാബുകളും മറ്റ് സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ഇലന്തൂരിൽ പുതിയ കോളേജിനുള്ള പുതിയ കെട്ടിടം ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ, നിരവധി പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇലന്തൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി കിറ്റ്കോ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. 23 കോടി 48 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയിൽ 4 കോടി 40 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇത് ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്കുള്ള നിക്ഷേപമാണ്. ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ശുദ്ധജലവും വൈദ്യുതിയും ഉറപ്പാക്കുന്നതിനും സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. പത്തനംതിട്ട പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള പ്രധാന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പദ്ധതി കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നുണ്ട്. 57 കോടി 65 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയിൽ 23 കോടി 76 ലക്ഷം രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. ഇത് കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ സഹായിക്കും. ഊർജ്ജ മേഖലയിൽ KSCBL ട്രാൻസ്ഗ്രിഡ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന ശബരി പ്രൊജക്ട് എന്ന ബൃഹത്തായ പദ്ധതിയും ഈ മേഖലയ്ക്ക് ഗുണകരമാകും. 269 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 174 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇത് ജില്ലയിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തും. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതികളുണ്ട്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മത്സ്യവിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന പദ്ധതിക്ക് 20 കോടി 27 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 1 കോടി 80 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു. കൂടാതെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി വർക്ക് നിയർ ഹോം എന്ന ആശയത്തിലൂന്നിയുള്ള സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കും 27 കോടി 50 ലക്ഷം രൂപയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശികമായി നൈപുണ്യ വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കും. നമ്മുടെ കായിക മേഖലയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം എന്ന നിലയിൽ അങ്ങനെ സർവതോമുഖമായ നേട്ടങ്ങൾ
നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ ഭരണത്തിന് കീഴിൽ ഹാപ്പിയാണ്, സന്തോഷപ്രദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ആറന്മുള മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റോഡുകളും പാലങ്ങളും നവീകരിക്കപ്പെടുന്നു. ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും മെച്ചപ്പെടുന്നു. കുടിവെള്ളത്തിനും വൈദ്യുതീകരണത്തിനും ഊന്നൽ നൽകുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിൻ്റെ പുരോഗതിക്കായി വിനിയോഗിക്കുന്നത്. പൂർത്തിയായതും പുരോഗമിക്കുന്നതും പരിഗണനയിലുള്ളതുമായ ഈ പദ്ധതികളെല്ലാം ആറന്മുളയുടെയും അവിടുത്തെ ഓരോ പൗരൻ്റെയും ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ 13 പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലം വികസനത്തിൻ്റെ പുതിയ പാതയിലാണ്. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.